ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോണത് സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയാണ്. അതും ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി. അപ്പോൾ ഇതുപോലുള്ള കമ്പനികളുടെ പ്രത്യേകത തന്നെ അതിൻ്റെ വളർച്ചാ സാധ്യത തന്നെയാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നും അല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ സ്റ്റീലിൻ്റെ ആദ്യം തന്നെ കമ്പനിയുടെ വെബ്സൈറ്റ് നമുക്ക് നോക്കാം. കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ശ്യാം മെറ്റാലിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വളർച്ചാ സാധ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി അതിൻ്റെ അകത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് നോക്കി സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രൊഡക്റ്റുകൾ കിടക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ എൻ്റെ പേരുകൾ എടുത്ത് വായിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ നോക്കിയേ, ഈ പ്രൊഡക്റ്റുകൾ എന്നൊക്കെ ഇന്ത്യയുടെ വികസനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നിലവിലത്തെ കണക്ക് പ്രകാരം 2030 എത്തുമ്പോഴത്തേനും മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ പിന്നെ 2035 എത്തുമ്പോൾ പിന്നെയും വളരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? റോഡ് വികസിക്കും, റെയിൽ വികസിക്കും. ആ വികസനം നടത്തുമ്പോൾ പുതിയ പുതിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും. ഈ കമ്പനികളും ആ റോഡിൻ്റെ റെയിലിൻ്റെയൊക്കെ സൈഡിൽ പുതിയ പുതിയ വ്യവസായങ്ങളും പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങും. ഇവർക്കൊക്കെ എന്താ ചുമ്മാ വന്നങ്ങ് തുടങ്ങാൻ പറ്റില്ല. ഇവർക്കൊക്കെ അവിടെ ബിൽഡിങ്ങുകളും ആ കെട്ടിടങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുമ്പോൾ ഈ സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റിന് ഭയങ്കര ഡിമാൻഡായിരിക്കും. വരുന്ന ഒരു 10-15 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളായിരിക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നല്ല സാന്നിധ്യമുള്ളൊരു കമ്പനിയൊക്കെ ആകുമ്പോൾ പ്രൊഡക്റ്റുകൾ എത്തുമ്പം ഇവരുടെയൊക്കെ പ്രൊഡക്റ്റുകൾ ഭയങ്കരമായിട്ട് വിറ്റ് പോകാനും ഈ കമ്പനിക്ക് വലിയൊരു വളർച്ചാ സാധ്യതയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കമ്പനീനെ എഴുതിത്തള്ളാൻ പറ്റുമോ? എഴുതിത്തള്ളാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്നാ ചെയ്യാം, ഈ കമ്പനിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഞാൻ വിശദമായിട്ടൊന്നും ഈ കമ്പനിയുടെ സൈറ്റൊന്നും വിശദമായിട്ട് പറയുന്നൊന്നുമില്ല. അവരുടെ മിഷനും വിഷനൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ അവരുടെ വേണ്ടി ഈ പ്രോഡക്റ്റുകളും അവരുടെ ആ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് വായിച്ചു നോക്കാനൊക്കെ ക്ഷമ കുറവാണുള്ളവർ തന്നെ ഈ വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ ഈ കമ്പനിയുടെ പ്രവർത്തനവും അതിൻ്റെ ഡീറ്റെയിൽസും ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്നാ വെച്ചാൽ ഇവരുടെ സാന്നിധ്യം, അവരുടെ ഈ ഇന്ത്യയിലെ ഇവരുടെ സാന്നിധ്യം ഇവിടെയാട്ടെ, ഈ ഏരിയയിലാട്ടെ അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റുകളുള്ളത്. പിന്നെ ഈ കളർ കൊടുത്തേക്കുന്ന ഏരിയയിലൊക്കെ അവരുടെ സാന്നിധ്യമുള്ള, അപ്പോൾ ഇന്ത്യയിലൊരു ഭൂരിപക്ഷ ഏരിയയിലും ഇവരുടെ എന്തോന്നുള്ള ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ലഭിക്കുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇതുപോലൊരു കമ്പനി, അതും സ്മോൾ ക്യാപ്പ് കമ്പനിക്ക് വലിയൊരു വളർച്ചാ സാധ്യത നിലനിൽക്കുന്നൊരു മേഖലയും കൂടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അധികം സമയം കളയാണ്ട് ഫണ്ടമെൻ്റലിലേക്ക് പോകാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 16,506 കാണുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 591. 50 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 772. 50 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 261. സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 15.4. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 320. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC എന്ന് പറഞ്ഞാൽ 15, ROE എന്ന് പറഞ്ഞാൽ 13 ആണുള്ളത്. ഫേസ് വാല്യൂ 10 ആണുള്ളത്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേനും മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് അങ്ങ് വന്നിട്ടേ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഒരു കൺസോളിഡേഷനിലേക്കും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കും കടന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ ഇതിൻ്റെ എതിരാളികളൊക്കെ ഒരുപാടുള്ള ഒരു മേഖലയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 2018 മാർച്ചിൽ 3,747 ആയിരുന്നു. അത് എത്രയിലേക്ക് വളർന്നു? മാർച്ച് 2022 10,000 കോടിക്ക് മുകളിലേക്ക് പോയി. മാർച്ച്
2023 എത്തിയപ്പോഴത്തേന് 12,610 ട്രേഡ് ഇൻഡിൽ 12,969. അപ്പോൾ നോക്കി നല്ല കണ്ടിന്യൂസ് അതിൻ്റെ കച്ചവടം കൂടി സെയിൽസ് കൂടി വരുന്നുണ്ട്. അതൊരു നല്ല പോയിൻ്റാണ്. ഒരു വളർച്ചാ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു സെയിൽസ് ഇങ്ങനെ കൂടി വരുന്നത് ഒരു നല്ല പോയിൻ്റാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോ 714 1486 ട്രേഡ് ഇൻഡിൽ 1542 ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 12-നും 25-നും ഇടയിലാണ് നിൽക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 528 ട്രേഡ് ഇൻഡിൽ 1069 നിൽക്കുന്നത്. റിസർവ് ആണെങ്കിലോ 2018 മാർച്ചിൽ 1807 സെപ്റ്റംബർ 2023 എത്തിയപ്പോഴത്തേന് 7899 വന്നേക്കണം. അപ്പോൾ റിസർവും കണ്ടിന്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കടമാണെങ്കിലോ 568 1114 വരെ കൂടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് വന്ന് 543 കുറഞ്ഞു. പിന്നെ വീണ്ടും അതിപ്പോൾ കൂടി 1988 കൂടിയേക്കാണ്. അത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ നോക്കിയാലോ ഷോർട്ട് ടൈം ബോറോയിങ്സ് ഏകദേശം ഒരു ഫ്ലാറ്റായിട്ട് നിൽക്കുന്നു. ലോങ് ടൈം ബോറോയിങ്സ് ഫ്ലാറ്റായിട്ട് നിൽക്കുന്നു. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിലോ അവൻ 279 1605 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികൾക്കൊക്കെ കടം വലിയ കാര്യമായിട്ട് കൂടുന്നത് നല്ലതല്ല. പക്ഷേ ഇത് ലോങ് ടൈം ബോറോയിങ്സ് വലിയ കാര്യമായിട്ട് കൂടിയിട്ടില്ല. അതൊരു നല്ല പോയിൻ്റാണ്. പിന്നെ ഇതിൻ്റെ റിസർവായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കടം വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ കടം ഒരുപാട് കൂടുന്നതുകൊണ്ടോന്നും നമ്മളെപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നോക്കാനുള്ള തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 2021 ജൂണിൽ 88% മുകളിലായിരുന്നു. അത് കുറച്ചിപ്പോൾ എത്രയായി 74.59. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാമോ? ഇതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെബിയുടെ റൂൾ പ്രകാരം 75% മുകളിൽ പ്രൊമോട്ടർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഈ ഇത്ര വലിയൊരു ശതമാനം ഷെയറുകൾ പ്രൊമോട്ടർ വിറ്റ് കളഞ്ഞേക്കണം. അപ്പോൾ അത് നമുക്കൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി വരുന്ന നാളുകളിൽ ഈ 74 ഭയങ്കരമായിട്ട് ഷെയർ ഇവരുടെ പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിംഗ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആണ് പ്രശ്നമുള്ളത്. അപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇത് കുറയ്ക്കുകയാണോ അവരിത് നിലനിർത്തുകയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ FISൻ്റെ ഡാറ്റ നോക്കിക്കഴിയുമ്പോൾ FIS 2.59 3.21 കൂട്ടിയേക്കണം. DAS ആണെങ്കിൽ 2.04 കണ്ടിന്യൂസ് ഉയർത്തി 4.71 കൂട്ടിയേക്കണം. പബ്ലിക്കിൻ്റെ 17.1 ഉള്ളത്. അങ്ങനെയാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള തന്നെ അതിൻ്റെ ചാർട്ട് പാറ്റേൺ. ഇത് വീക്കിലി ചാർട്ടാണ് ഉള്ളത്. സ്റ്റാർട്ടിങ് മുതലുള്ള ചാർട്ടിൻ്റെ അതിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വോളിയം നോക്കിയേ. ആദ്യകാലം മുതൽ നല്ല വോളിയം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു നീണ്ട കൺസോളിഡേഷൻ. ആ കൺസോളിഡേഷൻ കാലഘട്ടത്തിൽ സെല്ലിങ് അധികം കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പിന്നെ ബൈയിങ് വന്നപ്പോൾ വലിയൊരു ബൈയിങ് ആണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ RSI വാല്യൂ ഒക്കെ വലിയ കാര്യമായിട്ട് ബോട്ട് ഏരിയയിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വന്നു. ഇപ്പോൾ നിലവിൽ 53 RSI വാല്യൂ കാണുന്നത്. ഇപ്പം ഇനി വരാൻ പോണ ഇന്നത്തെ ഈ ചാർട്ടിൻ്റെ ഒരു നിലനിൽപ്പ് എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ റെസിസ്റ്റൻസ് നമുക്ക് പറയാം. 627 646 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. അത് കഴിഞ്ഞാലോ മേജർ റെസിസ്റ്റൻസ് തന്നെ 710 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇവിടുന്ന് താഴത്തേക്ക് സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലോ ഒരു നല്ല സപ്പോർട്ടായിട്ട് 464 423 നല്ല സപ്പോർട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ചാർട്ടിൻ്റെ ഇന്നത്തെ പ്രതികരണം എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ വരച്ച് കാണിക്കാൻ പോണത്. അപ്പോൾ ഈ ചാർട്ടിൽ ഇന്നത്തെ നമ്മുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബൈ ചെയ്യാൻ പറ്റിയ അവസരമാണോ? ബൈ ചെയ്യാൻ പറ്റിയ അവസരമല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിലൊരു മേജറായിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു ഇത്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തേക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു 710 മുകളിലേക്ക് കയറി ഒരു കൺസോളിഡേഷൻ വരണം, അല്ലെങ്കിൽ ഈ സപ്പോർട്ടിലേക്ക് വരണം. എന്നാൽ മാത്രമാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഒരു വലിയൊരു ബ്രേക്ക് ഡ്രോപ്പ് വന്നു. അതിൻ്റെ റീബൗണ്ടാണ് ഇപ്പോൾ കണ്ടേക്കണം. അപ്പോൾ ഇനി വരുമ്പോഴോ ഇവിടെ റെസിസ്റ്റൻസ് ആയിരിക്കും അനുഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നേരെ താഴത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇല്ലൊക്കെ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് എന്നായിട്ടും ഇവിടെ കൺസോളിഡേഷൻ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോകും.
അതിനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്കാൻ കയറി പോവില്ല. അപ്പോൾ ക്ഷമയോടുകൂടി അതിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നാ ചെയ്യണം, ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ നമ്മൾ നോക്കി എന്ന് കഴിഞ്ഞാൽ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ ഒരു 420-400 ഏരിയകളിൽ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിനു മുമ്പ് എന്നാ ചെയ്യണം, ഈ കമ്പനീനെ കുറിച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ കമ്പനീനെ പറ്റി പഠിച്ചു വെക്കുകയാണെങ്കിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്കൊരു വലിയൊരു നേട്ടമുള്ളൊരു വളർച്ചാ സാധ്യതയുള്ളൊരു കമ്പനി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ഈ കമ്പനീനെ കുറിച്ച് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾ എന്തിനാ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബായ്.